2018 അർജന്റീന വേൾഡ് കപ്പ് ടീമിലെത്തുമ്പോൾ തന്റെ മാക്സിമം ഔട്ട്പുട്ട് ടീമിന് നൽകണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ആ കൗമാര താരത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ തന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഒരു മിനിറ്റ് പോലും ലോ സെൽസോക്ക് ആ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചില്ലായിരുന്നു. അന്നത്തെ കോച്ച് ജോർജ് സാമ്പോളി അവന് യാതൊരു അവസരവും നൽകിയില്ലായിരുന്നു. ശേഷം വന്ന 2021 കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ മിഡ്ഫീൽഡിലെ പ്രധാന പ്ലെയറായി ലോ സെൽസോ മാറി. അർജന്റീനയുടെ 28 വർഷത്തെ കിരീട വരൾച്ച ആ കോപ്പ അമേരിക്ക നേടി അവർ അവസാനിപ്പിച്ചു. അതിനുശേഷം വന്ന ഫൈനലിസിമയിൽ ലോ സെൽസോ ഗംഭീര പ്രകടനമായിരുന്നു ഇറ്റലിക്കെതിരെ കാഴ്ചവെച്ചത്. 3-0 അർജന്റീന ജയിക്കുകയും ചെയ്തു. 2022 വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ മത്സരങ്ങളിൽ ലോ സെൽസോയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. എന്നാൽ തുടക്കേറ്റ ഇഞ്ചുറി കാരണം ലോ സെൽസോക്ക് ഖത്തർ വേൾഡ് കപ്പ് നഷ്ടമായി. വേൾഡ് കപ്പ് മത്സരം ലോ സെൽസോക്ക് ഒരു കിട്ടാക്കനിയായി മാറി. എന്നാൽ അതിനുശേഷം വന്ന 2024 കോപ്പ അമേരിക്ക ടീമിൽ ലോ സെൽസോ പ്രധാന ഘടകമായിരുന്നു. കോപ്പ അമേരിക്ക നേടിയാണ് തന്റെ തിരിച്ചുവരവ് ലോ സെൽസോ ആഘോഷിച്ചത്. കളിശൈലിയും മിഡ്ഫീൽഡ് നിയന്ത്രണവും ബോളച്ചടക്കവും കൊണ്ട് ലോ സെൽസോ സ്കലോണിയുടെ ഫേവറേറ്റ് പ്ലെയറായി മാറിയിരുന്നു. എന്നാൽ 2026 വേൾഡ് കപ്പ് അവന് മുമ്പിൽ വീണ്ടും വഴി തുറന്നു. ഇന്ന് ജോർദാനെതിരെ ലോ സെൽസോ ആദ്യ ലെവനിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. മനോഹരമായ ഒരു ഫ്രീ കിക്ക് ഗോളോടെ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീനയ്ക്ക് ലീഡ് നേടിക്കൊടുത്തു. മിഡ്ഫീൽഡിൽ തന്ത്രങ്ങൾ മെനയാനും ഗോളുകൾ നേടാനും മിടുക്കനാണ് ലോ സെൽസോ. തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡും ലോ സെൽസോ നേടുന്നുണ്ട്. നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള ഫലം കുറിച്ച് താമസിച്ചായാലും നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. അതിന് വ്യക്തമായ ഉദാഹരണമാണ് ലോ സെൽസോ. ഖത്തറിന്റെ മണ്ണിൽ അർജന്റീന ലോക കിരീടം മുത്തമിടുമ്പോൾ ആഹ്ലാദത്തിന്റെ ആരവങ്ങൾക്കിടയിൽ ഒരുവന്റെ മിഴികളിൽ കണ്ണുനീർ തളം കെട്ടി നിന്നിരുന്നു. അവന്റെ പേരായിരുന്നു ജിയോവാനി ലോ സെൽസോ. ടീമിന്റെ ഹൃദയമിടിപ്പായിരുന്ന വിശ്വസ്തനായിരുന്ന ആ മധ്യനിരക്കാരന് ഒരു ശപിക്കപ്പെട്ട പരിക്കിന്റെ രൂപത്തിൽ 2022 ആ ലോകകപ്പ് നഷ്ടമായി. തന്റെ പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ ആ മഹാവിജയത്തിന്റെ ഭാഗമാകാൻ കഴിയാതെ പോയത് അയാളുടെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ നോവായി മാറുന്നുണ്ട്. ഒരുപക്ഷെ ആ കനക കിരീടത്തേക്കാൾ ഭാരമെന്ന് അയാളുടെ ഹൃദയത്തിലെ നിരാശക്കായിരുന്നു. എന്നാൽ കാലം എക്കാലവും ആരെയും കരയിപ്പിക്കില്ലല്ലോ. 4 നീണ്ട വർഷങ്ങൾ കാത്തിരിപ്പിന്റെയും വേദനയുടെയും സഹനത്തിന്റെയും നാളുകൾ. നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു പിടിക്കണമെന്ന അടങ്ങാത്ത ദാഹവുമായി അവൻ വീണ്ടും തയ്യാറെടുപ്പുകൾ നടത്തി. വിധി അവനായി മറ്റൊരു സുവർണാവസരം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2026 ഫിഫ ലോകകപ്പ് എന്ന വേദിയായിരുന്നു അത്. കഴിഞ്ഞുപോയ കണ്ണീരിന് പകരം ചോദിക്കാൻ അവനെ മാറ്റി വിളിച്ചു. അങ്ങനെ ആ നിമിഷം വന്നെത്തി. 2026 തന്റെ ലോകകപ്പിലെ ആദ്യ മത്സരം. അത്രയും നാളത്തെ സങ്കടങ്ങളും പ്രാർത്ഥനകളും ഒരു കാൽപന്തിലേക്ക് ആവാഹിച്ച് ലോ സെൽസോ എടുത്ത ആ ഫ്രീ കിക്ക് അതൊരു വെറും ഗോളായിരുന്നില്ല, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ലഭിച്ച മറുപടിയായിരുന്നു. വായുവിനെ കീറി മുറിച്ച് വലയിലേക്ക് തുളച്ചു കയറ്റിയ ആ മനോഹരമായ ഗോൾ അയാളുടെ ലോകകപ്പ് അരങ്ങേറ്റത്തെ ഒരു ഇതിഹാസമാക്കി മാറ്റി. അനുഭവിച്ച വേദനകളൊക്കെയും ആ ഒരൊറ്റ ഷോട്ടിലൂടെ വർണ്ണപ്പകിട്ടുള്ള ആഘോഷമായി പൊട്ടിത്തെറിച്ചപ്പോൾ ഫുട്ബോൾ ചരിത്രം കണ്ട ഏറ്റവും മനോഹരമായ കാവ്യനീതിയായി അത് മാറി.